ആന്റണി, ഹംസ, ആ ബാഗ് എടുത്തു കൊടുക്കും. എല്ലാം ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ആന്റണി വരൂ. കൊടുത്തേക്കു. രാമയ്യൻ, എന്ത് സർ? വരൂ. ആന്റണി, ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കുക. മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എല്ലാം കളയണം. നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചതെന്ന് വിചാരിക്കുക. ഞങ്ങൾ ചെയ്തതിന്റെ ഫലം ഞങ്ങൾ മാത്രം അനുഭവിച്ച പോരെ? ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കണോ? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് സർ. അത് ചെയ്തവൻ ഒരു ശിക്ഷ അനുഭവിച്ചിട്ടുമില്ല. കഥകളൊക്കെ എനിക്കറിയാം, ഞാൻ അറിഞ്ഞു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കും. ഇനി എന്ത് ജീവിതമാണ് സർ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചത് 3 കൊല്ലമാണ്. എന്റെ സുജയുടെ മോളെയും കൂടെ. സ്വർഗമായിരുന്നു, സ്വർഗം. എന്റെ മോളെയെങ്കിലും രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. എല്ലാം തകർത്തു. ഞാനതിന് പകരം വിട്ടു. സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആന്റണി, സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണം സർ. ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ? ഞങ്ങളെ മക്കളെ പോലെ എറിയുന്ന ഒരാളുണ്ട്, അലിയാർ ബാബ. എനിക്ക് അങ്ങേരുടെ വഴിയാ. രാമയ്യനും അതെ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കാം. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയോ? പോലീസ്. ജീപ്പിലോട്ട് കയറാം. എന്തിന്? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. പറയുന്നത് അനുസരിക്കടാ. നടക്കടാ. നടക്കാൻ. യേശു